മാതാപിതാക്കളെ വിട്ട് സ്ത്രീയോട് ചേരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വചനം നിങ്ങളിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്? അല്ല കൂട്ടാ, ഈ ഒരു വചനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ എങ്ങനെയിരിക്കും? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഈ വചനം എങ്ങനെ പ്രാബല്യത്തിൽ വരുത്താം? മക്കളെ വിട്ട് കമോൺ ആരോട് ചേരണം? പങ്കാളിയോട് ചേരണം എന്ന് പറഞ്ഞേ. മക്കളെ വിട്ട് പങ്കാളിയോട് ചേരണം. കുറെ കാലങ്ങളായിട്ട് പങ്കാളിനെയൊക്കെ മറന്നുപോയില്ലേ? മക്കളെ നോക്കി നടന്ന്, വീട്ടിൽ ഉത്തരവാദിത്തങ്ങൾ ചെയ്ത്, ബിസിനസ് വളർത്തി, രാഷ്ട്രീയം കളിച്ച്, ധ്യാനങ്ങൾ കൂടി, പങ്കാളിനെ കുറെ സമയത്തൊക്കെ എന്ന് പറഞ്ഞേ കിട്ടാറില്ല. തിരക്കാണല്ലോ, അതുകൊണ്ട് പങ്കാളിനെ കിട്ടുന്നില്ല. നമുക്കും ടൈമില്ല, അവർക്കും ടൈമില്ല. അപ്പൊ പങ്കാളിനെ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യണം? മക്കളെ അങ്ങ് പൂർണ്ണമായിട്ട് വിട്ടിട്ട് നമ്മുടെ പങ്കാളിനെ കണ്ണു തുറന്ന് മുഴുവനോടെ ഒന്ന് കാണണം. അപ്പോഴാണ് നിങ്ങളുടെ മാരേജ് സ്ട്രെങ്തൻ ചെയ്യപ്പെടുക. നിങ്ങളുടെ മാരേജ് സ്ട്രെങ്തൻ ചെയ്യപ്പെട്ടതാണെങ്കിൽ നിങ്ങളുടെ മക്കളുടെ മാരേജ് നന്നാവും മോശമാവും? നന്നാവും. നിങ്ങളുടെ മാരേജ് സ്ട്രെങ്തൻ ചെയ്യപ്പെട്ടതല്ലെങ്കിൽ, ശാക്തീകരിക്കപ്പെട്ടതല്ലെങ്കിൽ, നിങ്ങൾ മക്കളുടെ കാര്യത്തിൽ ഇടപെടുന്നത് കൂടുവോ കുറയോ? കൂടും. അർത്ഥം മനസ്സിലായോ? നിങ്ങൾ നല്ല സ്നേഹത്തിലാണ്, നല്ല ഇന്റിമേറ്റ്സ് ആണ് നിങ്ങൾ പങ്കാളികളെങ്കിൽ നിങ്ങൾ മക്കളുടെ കാര്യം അന്വേഷിക്കാൻ പോവില്ല. നിങ്ങൾ പരസ്പരം വഴക്കം വയ്യാവേലിയാണ്, അത്ര സിങ്ക് അല്ലെങ്കിൽ നിങ്ങൾ മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടും. ഇത് സത്യമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് നമുക്ക് ഇന്ന് തീരുമാനിക്കാം, പ്രായപൂർത്തി വന്ന എൻ്റെ മകനും എൻ്റെ മകളുമാണ് കല്യാണം കഴിക്കുന്നത്. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഇനി നിങ്ങൾക്ക് ബേജാറാവേണ്ട കാര്യമില്ല. അവരെ പൂർണ്ണമായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് ആശീർവദിച്ച് ദൈവസ്നേഹത്തിന്റെ നിറവിൽ അവരെ വിട്ടേക്കുക. എന്നിട്ടോ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ മുഴുകുക. സഭാപരമായ, കുടുംബപരമായ, സാമൂഹ്യപരമായ, ആത്മീയപരമായ നല്ല നല്ല കാര്യങ്ങളിൽ ഏർപ്പെട്ട് നിങ്ങളുടെ ജീവിതം സുന്ദരമാക്കി മുന്നോട്ട് കൊണ്ടുപോയി അവസാനിപ്പിക്കണം. മനസ്സിലായ? അപ്പോഴാണ് അവരുടെ കുടുംബ ജീവിതവും നിങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെടുക.